ഹായ്, നമുക്കിന്ന് നൈസ് പത്തിരി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഞാൻ റെസിപ്പീസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. എന്നാലും നമുക്കിന്ന് നൈസ് പത്തിരി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് പത്തിരി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എങ്ങനെ വേഗത്തിൽ പരത്തിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പത്തിരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഈ 1.25 കപ്പ് വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ്. തീ സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്തിട്ടില്ല. തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് തന്നെ വെച്ചേക്കണം. ഇതിപ്പോൾ നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ചൂട് മാറണം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റണം. അതുവരെ നമുക്കിത് അടച്ച് തന്നെ വെച്ചേക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. കൈകൊണ്ട് ഫുള്ള് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. കുഴയ്ക്കുമ്പോൾ ചൂട് അത്ര തോന്നാതിരിക്കാൻ ഇടയ്ക്കൊന്ന് കൈ നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പം ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൂരി പ്രസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പത്തിരി പരത്തിയെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മൾ നേരത്തെ കുഴച്ചെടുത്തപ്പോൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് പത്തിരിപ്പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ അടുത്തതും പരത്തി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ മാവ് പുരട്ടി കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ടിയുണ്ട്. കുറച്ചും കൂടി നൈസായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലവയിൽ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയാൽ കുറച്ച് മാവ് തടവിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വല്ലതും വെച്ചിട്ട് നല്ല റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുറിച്ചൊന്നും എടുക്കാറില്ല. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. തീ മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൽ ബബിൾസ് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. ഇത് നമുക്ക് തവയിൽ നിന്ന് മാറ്റാം. പത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല വെളുത്ത് തന്നെ ഇരിക്കണം. അധികം സമയം വേണ്ട ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പത്തിരി ഇടും മുന്നേ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് തൂത്ത് കളയുക. എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നേരത്തെ ഇരുന്ന അരിപ്പൊടി കരിഞ്ഞ് ഇതിലൊട്ടി പിടിക്കും. 30 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വരുമ്പോൾ ഇത് നമുക്ക് കാസറോളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസർ ഇല്ലെങ്കിൽ ആദ്യം മുതലേ അങ്ങ് ചപ്പാത്തി പലവയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലൊന്ന് പത്തിരി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ആദ്യം പത്തിരി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.